നമസ്കാരം. നമ്മുടെ ചാനലിൽ 2 ദിവസം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന AC-യുടെ എയർ വെൻ്റ് വരുന്ന ഒരു പാനൽ, ഔട്ടർ പാനൽ, ഇത് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ കിട്ടുവാനായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ കാര്യമാണ് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത്. ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കൂടുതലും ആൻഡ്രോയിഡ് സെറ്റും അതുകൂടാതെ തന്നെ മറ്റ് സ്റ്റീരിയോകളെല്ലാം കയറ്റുന്നവർക്കാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. ഇതിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ. ഇത് ഇവിടെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഭാഗത്ത് ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ സെൻറ്ററിലൊരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ഇവിടെ ഈ സെൻറ്റർ ഭാഗത്ത് ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ഈ ഇടതുവശത്ത് ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ പിന്നീട് വരുന്നത് ഈ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് പ്രസ്സിങ് ടൈപ്പാണ് വരുന്നത്. ഇത് നമുക്ക് കൈ കൊണ്ട് ഇളക്കിയെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇളകി വരും. അനങ്ങൊന്നും അറിയാൻ പറ്റും. ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇത് ഇളകി വരും. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വൈബ്രേഷനാണ്. വാഹനം എൻജിൻ ഇടിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഗിയർ ഡൗൺ ചെയ്യേണ്ട ടൈം ആകുമ്പോഴൊക്കെ ഇത് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ ചെയ്യും. ഈ വൈബ്രേഷൻ ചെയ്യുന്നത് ഒരു അസ്വസ്ഥതയാണ്. വാഹനത്തിൽ ഇരിക്കുന്നവർക്കും ഓടിക്കുന്നവർക്കും എല്ലാം ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഇത് ഇളക്കിയിട്ട് തിരിച്ച് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് പഴയതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർ ഇടിച്ചൊക്കെ വയ്ക്കാറുണ്ട്. ഈ ഇടിച്ച് വയ്ക്കുന്ന സമയത്ത് ഈ കാണുന്ന ഈ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും വരുന്ന ആ ഒരു ലെഗിന് കംപ്ലൈൻറ്റ് വരും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ള പോറലുണ്ട്. ഇത് ഇടിച്ചിട്ടൊക്കെ വെച്ചതിൻ്റെ അതിൽ പോറലുണ്ട്. പക്ഷേ അത് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് പിന്നീട് അവിടെ വച്ചിട്ട് മറ്റു പല പ്രശ്നങ്ങളും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില വാഹനത്തിന് ഇങ്ങനെ ക്രോസ് ആയിട്ട് പൊട്ടിയിട്ടുണ്ട്, ചില വാഹനത്തിന് ഇങ്ങനെ സെൻറ്റർ ഭാഗം വെച്ച് പൊട്ടിയിട്ടുണ്ട്, ചില വാഹനത്തിന് ഈ 2 ഭാഗത്തും ഫൗണ്ടേഷൻ ഇല്ല, അതിന് പകരം സ്ക്രൂ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നാളൊരു സമയത്ത് ഈ വാഹനത്തിൽ ഇത് അഴിച്ച് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാത്തൊരു സംഭവമാണ്. കൂടുതൽ പേരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇത് അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഇടിച്ചൊക്കെ വയ്ക്കുന്നത് കൊണ്ടാണ് ഇത് പൊട്ടിപ്പോകുന്നത്. ഇത് ഇടിച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും. ഇത് വരുന്ന ഒരു ചെറിയൊരു മെറ്റൽ ബ്രാക്കറ്റിലാണ് ഇത് പിടിച്ച് നിൽക്കുന്നത്. ഈ 2 സൈഡും സെൻറ്റർ ഭാഗവും പിടിച്ച് നിൽക്കുന്ന മെറ്റൽ ബ്രാക്കറ്റിലാണ് പിടിച്ച് നിൽക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ ഇടിച്ച് വയ്ക്കുന്ന സമയത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം കിട്ടുവാനായിട്ടില്ല. പലരും വിളിച്ച് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് കിട്ടുവാനായിട്ടുണ്ടോ അപ്പോൾ കിട്ടുവാനായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ.